അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എൻ്റെ അനിയൻ്റെ ഒരു പ്രാന്തിന് കൂട്ടി നിൽക്കാൻ പോവുകയാണ്. അവനിപ്പോൾ വലിയൊരു കോളേജ് കുമാരനായതുകൊണ്ട് അവന് പണ്ട് യൂസ് ചെയ്ത ബാഗൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് വീട്ടിൽ 2-3 ദിവസം മുമ്പ് ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സഹികെട്ട അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ് എന്നും പറഞ്ഞിട്ട് അവനോട് അമ്മ കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് വന്ന് നീ എവിടാന്ന് വെച്ചാൽ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവനാണെങ്കിൽ പറവൂരുള്ള ഒരു കടയിലെ ബാഗും അവന് പിടിക്കത്തില്ല. അവൻ ഈ ഡെക്കാത്തിലോണിൽ തന്നെ പോയി ബാഗ് എടുത്താലേ പറ്റത്തുള്ളൂ. ഡെക്കാത്തിലോണിൽ ഗൈസ് ബാഗ് എടുക്കാൻ വേണ്ടി ഡെക്കാത്തിലോണിൽ പോകണത്. പിന്നെ അനിയൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, നമുക്കത് അങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കാന്ന് ഞാനും വിചാരിച്ചു. അവന് ലൈസൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ പുറകിലിരുന്നുള്ള കോപ്രായം കാണിക്കലാണിത്. അതാണ് ഈ മുടിയും വെട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പട്ടിഷമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അതിനുള്ളിൽ കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ എടുത്തപ്പോൾ തന്നെ അവൻ്റെ പുച്ഛം കണ്ടില്ല. അവൻ അങ്ങനെയാണ് ഗൈസ്, അവൻ ഭയങ്കര സിഗ്മയാണെന്നുണ്ടോ അവൻ്റെ വിചാരം. അങ്ങനെ ഒരു ബാഗ് എടുക്കാൻ വേണ്ടി ഞങ്ങളോട് 1 മണിക്കൂർ നിന്ന് കറങ്ങി ഗൈസ്. 1 മണിക്കൂർ നിന്ന് കറങ്ങി. അങ്ങനെ ലാസ്റ്റ് അവനൊരു ബാഗ് എടുത്ത് വന്നപ്പോൾ തന്നെ കയറി പിടിച്ച ബാഗ് തന്നെയാണ് അവൻ എടുത്തതെങ്കിലും ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ കിടന്ന് അവനോട് വീഡിയോ എടുത്താൽ ഫോട്ടോ എടുത്താന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ എന്നെ എടുത്ത് തല്ലുപിടിച്ച് ഗൈസ്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ കിടന്ന് വെച്ചപ്പാടായി, അവനും അവിടെ കിടന്ന് വെച്ചപ്പാടായി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഒന്ന് ബാ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ജാടയൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു പരട്ടയായ തിണ്ടിയായ ഒരു അനിയെന്ന് എനിക്കറിയാം ഗൈസ്. എന്തായാലും അവിടെ വരെ പോയതല്ലേ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്തുനിന്ന് വഴക്ക് പിടിച്ച് പോകുന്നു ഗൈസ്. എന്നിട്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് കുറേ നേരം തേരാപ്പാര നടന്നായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ ബില്ലടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ബാഗ് നോക്കിയെങ്കിലും അവന് ഇഷ്ടപ്പെട്ട ബാഗ് ഇതായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ബാഗും വാങ്ങിച്ച് ബില്ല് അടിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും ഈ നാണമില്ലാത്ത ചേച്ചിയായി ഞാൻ അവൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു, എടാ ഒന്ന് ചിരിയടാ, ഒരു ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞപ്പോഴും അവൻ്റെ മൂന്നിരിക്കുന്നുണ്ടില്ലേ ഒരെണ്ണം വെച്ച് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ പന്നീൻ്റെ വീണ്ടും മൂട് കളഞ്ഞു ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഒന്നും നോക്കിയില്ല, നേരെ തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു സർബത്തും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർബത്തൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീടെത്തി ഗൈസ്. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.